കമോൺ, വീണ്ടും നമുക്കൊരു ചാനൽ ചെയ്യാം. വേറൊന്നുമില്ല, നമ്മൾ മാർച്ച് ആവാൻ പോകില്ലേ, അപ്പം നമുക്കൊരു ചെറിയ മാർച്ചിൻ്റെ കലണ്ടർ ഉണ്ടാക്കാം കേട്ടോ. ഫെബ്രുവരി ഉണ്ടാക്കിയില്ല, നമുക്ക് മാർച്ചിൻ്റെ കളർ ഉണ്ടാക്കാം. ഏത് സൈഡിൽ നിന്നാണ് തുടങ്ങണ്ടേ? ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇപ്പം മാർച്ച് കലണ്ടർ ഉണ്ടാക്കി ഞാൻ ജേണൽ ചെയ്ത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ജേണൽ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നുള്ളൂ. വേറെ ക്രാഫ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലേ. ഇന്ന് ജേണൽ ചെയ്ത് ബോറടിക്കുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഇന്ന് അവധിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജേണലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. എനിക്ക് എപ്പോഴേ ഒരു ഇതടിച്ചു. അപ്പോഴേ എനിക്ക് ജേണൽ ചെയ്യാനൊരു ഇത് തോന്നി. ആദ്യം തന്നെ സ്റ്റിക്കറാണോ എടുക്കേണ്ടത്? അല്ല, ആദ്യം തന്നെ നമ്മൾ ഒരു സ്കെച്ചാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ബ്രഷ് പെന്നോ സ്കെച്ചോ ക്രയോൺസോ എന്താ യൂസ് ചെയ്യാം. ഞാനിപ്പം ഇത് നല്ല ക്യൂട്ടാവാൻ വേണ്ടിയാണ് ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ജേണൽ ചെയ്യാൻ കൊതിയുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും കമൻറ്റ് ചെയ്തില്ലല്ലോ, വിഷമമുണ്ട്. ഇപ്പം നമ്മുടെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ കളഞ്ഞു. സ്കെയില് വേണമല്ലോ. ഞാൻ സ്കെയിലെടുത്ത് ഇപ്പം വരാം. ആവശ്യത്തിന് വന്നാൽ അത് കാണൂല. അതുകൊണ്ട് പൊട്ടി ചപ്ര പോലെ ഇരിക്കുന്ന സ്കെയിലാണ് ഞാൻ കൊണ്ട് വന്നേക്കുന്നത്. നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടേബിൾ മാറ്റുന്നതായിരിക്കും. ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, എനിക്ക് കലണ്ടർ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല.
രണ്ട് 5 മിനിറ്റായി ഗൈസ്. അപ്പം ഞാൻ ഈ കലണ്ടർ എടുത്തോണ്ട് വരാം. എൻ്റെ ഇപ്പോഴത്തെ കലണ്ടർ എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് നോക്കി ചെയ്യാം. ഇതിപ്പോൾ ടേബിളോടെ മൂടിയല്ലോ ഗൈസ്. ടേബിളിൽ വെക്കാനുള്ള സ്ഥലമില്ല. ഇനി എവിടോട്ട് വെക്കും? ആ മതിലോട്ട് തൂക്കി വെക്കാം. സെലോട്ടേപ്പ് എടുത്തിട്ട് വരാം. സ്കെച്ച് തീർന്ന്. എന്ത് കഷ്ടമായത്. തൽക്കാലം ബ്ലൂ തന്നെ ഉപയോഗിക്കാം. ഞാൻ ലൂലൂന്ന് വാങ്ങിച്ചോട്ടെ. ഇവിടെ ഒന്നും അല്ല. തൃശ്ശൂർ കല്യാണത്തിന് പോയതാ. നേരെ അവിടുത്തെ എന്തുവാ മെട്രോ ട്രെയിനിൽ കയറി ചുമ്മാ രസത്തിന്. അവിടെ നിന്നൊരു ലൂലു ഉണ്ട് അടുത്ത് തന്നെ. ഒന്ന് അത് എന്നിട്ട് വാങ്ങിച്ചപ്പോഴേ ഉള്ളൂ. നമുക്ക് ഓരോ ഇയർ ആയിട്ടൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഇയർ അല്ല, ആഴ്ച. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഒക്കെ എഴുതി കൊടുക്കാം. ഗൈസ്, ഒരു കോമഡി ഉണ്ടായിരുന്നു. ഇതാ കടപ്പ് കണ്ട ഗൈസ്. ഇത് വീണപ്പോൾ ഞാൻ അങ്ങ് പേടിച്ചത്. ഇതുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു പേടിച്ചത്. സെലോ ടേപ്പിന് ശക്തിയില്ല ഗൈസ്. സെലോ ടേപ്പിന് ശക്തിയില്ല. മഹാകളിപ്പീര. നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം പാർട്ട് 2ലേക്ക് പോകാം. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കലണ്ടർ ഉണ്ടാക്കുന്നത്. ഇത് ജേണലിനകത്ത് ഉണ്ടാക്കുന്നത്. പക്ഷെ അല്ലാതെ നമുക്ക് ഈ ചെറിയ ടേബിളിൽ വെക്കാൻ വേണ്ടിയുള്ള കലണ്ടർ ഉണ്ടാക്കാൻ എന്തൊക്കെ പണികൾ കിടക്കുന്ന. ഓക്കെ, നമുക്കിത് ഒന്ന് ശരിയാക്കിയെടുക്കാം. സാറ്റർഡേ എഴുതാൻ സ്ഥലമില്ല. ദേഷ്യം വരുന്ന എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഷൂട്ടിംഗ് എടുക്കുന്ന പോലെയാണല്ലോ. എവിടെ നിന്നൊക്കെ ബാക്കി ഇങ്ങോട്ട് ചെയ്തെടുക്കാം. ഗൈസ്, ഇത് നോക്ക്. ചില സമയത്ത് വലുത്, പിന്നെ വലുത്, പിന്നെ ചെറുത്, പിന്നെ വലുത്, പിന്നെ ചെറുത്, ഇതിലും ചെറുത്, പിന്നെ വലുത്. എന്തുവാ ഇത്? എന്തായാലും മൊത്തം റെഡിയാക്കി എടുക്കാം സമയം കളയാനായിട്ട്. ഒരു തെറ്റുണ്ടായിരുന്നു. സൺഡേക്ക് ചുമപ്പും ഫ്രൈഡേക്ക് ഗ്രീനും ആയിരുന്നു. ശരിയാക്കി എടുക്കാം. എന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും വേണം നമ്പർ എഴുതാൻ. വീണ്ടും ഇനി സ്കെയിലും വെച്ച് വരയ്ക്കണം. മൺഡേ അവധിയാണ് കേട്ടോ. ഈദുൽ ഫിത്ര. അതിന് പിങ്ക് കളറിൽ എഴുതണം. എന്ത് കഷ്ടമാ ഗൈസ്. എൻ്റെ കയ്യിൽ പിങ്ക് കളറിലെ പേന കൊണ്ട് എടുത്തുകൊണ്ട് വരാവേ.
എഴുതിയിട്ടുണ്ട്. ഈദുൽ ഫിത്ർ. ഗൈസ്, നോയമ്പ് തുടങ്ങാറായി. ഇനി ഞാൻ വെള്ളം കുടിക്കാതെ ചാവേണ്ട വരുമല്ലോ. മാർച്ച് 1 തീയതി റമദാൻ. ബ്ലാക്ക് വേണം. രണ്ടടേ അതെ 2 9 16 23. ഗ്രീനിലായിരുന്നു എഴുതണ്ട. രണ്ടാം ശനി അവധി. അല്ലെങ്കിൽ മാർച്ചിൽ എല്ലാവർക്കും അവധിയാണല്ലോ. 15, 22, 28, 29. ഞാൻ പാട്ടും പാടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ ഒട്ടിക്കല്ലേ. ഇതിങ്ങനെ വൈറ്റ് പേപ്പറോടെ വെക്കാൻ പാടില്ല ഗൈസ്. ചെറിയൊരു പണിയുണ്ട് ഗൈസ്. പെയിൻ്റ് ആയതുകൊണ്ട് എൻ്റെ ജേണൽ ബുക്കിനകത്തൊക്കെയാവും. പിന്നെ ജേണൽ ബുക്ക് ഊരി എടുക്കുമല്ലോ എടുത്ത്. പഴയ പെയിൻ്റാണ് കേട്ടോ. കൈ വെച്ച് ചെയ്താലേ ശരിയാകത്തുള്ളൂ. നല്ല വാട്ടർ മരിച്ച് നല്ലോണം ഇതാക്കി കൊടുക്കുക. കുറച്ച് കളറേ വരാവും. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പക്ഷെ ക്യാമറയ്ക്കകത്താകുമ്പോഴാണ് കേട്ടോ. ക്യാമറയ്ക്കകത്തത് കാണൂല. ജേണൽ ചെയ്യാനുള്ള ബ്രൗൺ ആയിട്ടുണ്ട്.
നോക്കി. കുഴപ്പമില്ല. ആദ്യം അപ്പോഴത്തേനൊന്ന് ഉണങ്ങട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ജേണൽ ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ എന്നിട്ട് വെച്ചെടുക്കാം, ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാസവും കൂടെ കാണത്തുള്ളൂ വീഡിയോ, അത് കഴിഞ്ഞാൽ കാണത്തില്ല. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരീക്ഷയും നോയമ്പും കൂടെ മിക്സായിട്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല. പിന്നെ ഞാനിങ്ങനെ ഇടയിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇതായിരിക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തും. ഒരു മാസത്തേനാണ് കേട്ടോ. ഒരു മാസത്തേനൊന്ന് ക്ഷമിക്കണം. സ്കൂളിൽ നിന്ന് വന്നിട്ട് എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ, നോയമ്പെടുക്കാത്ത ദിവസം സമയം ഉണ്ടെങ്കിൽ മാത്രം, കണ്ടോ എൻ്റെ കൈയുടെ പോലെ നോക്ക്, സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എടുത്ത് കാണിക്കാം. എടുത്തില്ലെങ്കിൽ ചെറിയ വീഡിയോ ഷോർട്സ് ആയിട്ട്, എടുത്തില്ലെങ്കിൽ നിങ്ങൾ മോശമാണെന്നൊക്കെ പറയത്തില്ല. ഒരു മാസം പരീക്ഷയും നോയമ്പും എന്താ പോലെ. 3 ദിവസം കൂടെ ഉള്ളൂ, മാർച്ചായി. അപ്പോൾ ഗൈസ് എന്താ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കാം. കുത്തൂത്തായിട്ട് കിടക്കുന്ന സ്റ്റിക്കറാണേ. ഗൈസ് ഇത് മാർച്ച് 1-ാം തീയതിയാണ്. സോറി, ഇന്ന് നോയമ്പ് എടുത്തില്ല ഞാൻ. ബിക്കോസ് ഞാൻ 3 ദിവസം എന്തൊക്കെയാണ് ഈ പറയുന്നത്. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ് കേട്ടോ. നോയമ്പ് എടുത്തില്ല ബിക്കോസ് ഇന്ന് രാവിലെ എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു. വിളിച്ചു, പക്ഷെ ഞാൻ എഴുന്നേറ്റില്ല. നാളെ ഉറപ്പായിട്ടും നോയമ്പ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇത്രയല്ലല്ലോ, ഇനിയുണ്ട് പോവല്ലേ. എനിക്ക് തന്നെ താങ്ക് യു പറയുക. താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി കുറച്ച് സ്റ്റിക്കറും കൂടെ ഉണ്ടാക്കാം. പക്ഷെ ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റിക്കറും കൂടെ ഇതിനകത്തുനിന്ന് പറിക്കാം. ട്രാൻസ്പെറൻറ്റോടെ ഇളകി വന്നു. പിന്നല്ല എൻ്റെ അടുത്ത കളി, ഞാൻ ട്രാൻസ്പെറൻ്റ് ഇളക്കി കളഞ്ഞു. ഒരു ഹാർട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊരു ഗേളിൻ്റെ ഫേസും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറാണ്. ഞാനിപ്പോൾ ഈ സ്റ്റിക്കർ തീർക്കും തോന്നുന്നു ഗൈസ്. ഗൈസ് നമ്മുടെ ഈ ഒരു പേജ് നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബൈ.